ഡോക്ടർ, അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാവുന്ന മുഖക്കുരു, ഇതിന്റെ പാടുകൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ നമ്മൾ പല മരുന്ന് ഉപയോഗിച്ചിട്ടും എത്ര ചെയ്തിട്ടും വലിയൊരു പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ ആസ് എ ഡെർമറ്റോളജിസ്റ്റ് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടോ? അതെന്താണ്? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യം. ശരിയാണ്, മുഖക്കുരു വളരെ കോമൺ ആണ്. അതേപോലെ തന്നെ മുഖക്കുരുവിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന കുഴികൾ, സ്കാർ മാർക്സ്. മുഖത്തുണ്ടാകുന്ന ഈ സ്കാർ മാർക്സിൽ ഏറ്റവും കോമൺ ആണ് മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന സ്കാർ മാർക്സ്. ഇത് പല ഗ്രേഡ്സിലുണ്ട്, പല സിവിയറിറ്റി ഉണ്ട്, പല ആഴത്തിൽ ഡെപ്തിലൊക്കെ ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടാവാം. അതേപോലെ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് വരുന്ന ഐസ് പിക് സ്കാർസ് എന്ന് പറയാം, റോളിംഗ് സ്കാർസ്, ബോക്സ് സ്കാർസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ എലിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ചില സ്കാർസ് ഉണ്ട്, ഹൈപ്പർട്രോഫിക് സ്കാർസ് എന്ന് പറയും, അല്ലെങ്കിൽ കിലോയിഡ് എന്നൊക്കെ പറയും. അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്കാർസ് ഉണ്ട്. അതിന് പല ഡിഫറെൻറ്റ് ഗ്രേഡ്സിലും സിവിയറിറ്റിയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ അത് നോക്കിയും കണ്ടും അതിനെ ട്രീറ്റ് ചെയ്യണം. സാധാരണ ഇങ്ങനെ മുഖക്കുരുവിന് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ക്രീംസോ അല്ലെങ്കിൽ ഗുളിക കഴിച്ചുകൊണ്ടൊന്നും വലിയൊരു മാറ്റം ഉണ്ടാവണമെന്നില്ല. ഇതിന് അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണം. അതിൽ മെയിൻ ആയിട്ടതാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ കുഴി ഉണ്ടാവുന്ന പറയുമ്പോൾ അതിന് താഴോട്ട് ഇങ്ങനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഫൈബർ സ്ട്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മളത് റിലീസ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള പ്രൊസീജിയറാണ് സബ്സിഷൻ. നമ്മൾ ഈ ഇത് നീഡിൽ വെച്ചിട്ട് അതിനിങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനെ പിന്നെ ഈസി ആയിട്ട് നമുക്കതിനെ പുള്ളപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് PRP എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാം. നമ്മൾ തലയിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അത് നമുക്ക് അവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ കൊളാജനോജെനിസിസ് ഉണ്ടാവും. അതേപോലെ തന്നെ ലേസേഴ്സ് ഉണ്ടാവും സിമിലർ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഫ്രാക്ഷണൽ CO2 ലേസർ, MNRF എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഡെർമ റോളർ എന്നൊക്കെ കേട്ടല്ലോ, ഡെർമ റോളർ പോലെ ഡെർമ പെൻ, ഡെർമൽ സ്റ്റാബ് എന്നൊക്കെ ഉണ്ട്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന മൈക്രോ നീഡ്ലിംഗ്. ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ കൊളാജനോജെനിസിസ് ഉണ്ടാവും, കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫൈബർ സ്ട്രാൻഡ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും. ഇതേപോലെ തന്നെ നമുക്ക് അവിടെ ഫില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്യാം, ഡെർമൽ ഫില്ലേഴ്സ്. ഇതും സെയിം വർക്ക് തന്നെയാണ് അവർ ചെയ്യുന്നത്, ഇത് പുള്ളപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ റീസർഫേസ് ചെയ്യാം. ഇപ്പം ഔട്ടർ സ്കിൻ ലേസ് പോകുന്നതിനനുസരിച്ചിട്ടും ഒരു ഈവൻ ടോൺ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ പീൽ ഉണ്ട്, പിന്നെ മൈക്രോഡെർമ അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയാണ് മെയിൻലി ഈ അട്രോഫിക് സ്കാർസ്, അത് കുഴിഞ്ഞിട്ടുള്ള സ്കാർസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് മെയിനായിട്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഹൈപ്പർട്രോഫിക് സ്കാർസ് ഉണ്ടാവാം, കിലോയിഡ്സ് ഒക്കെ, അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് നമ്മൾ മെയിൻലി ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അതിന് യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാവിഷണൽ സ്റ്റീറോയിഡ്സ്, അല്ലെങ്കിൽ വേറെ കണ്ടന്റുള്ള ഇഞ്ചെക്ടബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. ട്രിപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിറ്റിങ്സ് ആയിട്ടും ഈ സ്കിന്നിന് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഈ ഡെർമാ പെൻ എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ആമസോണിലൊക്കെ ഇങ്ങനെ കുറെ ഡെർമാ പെൻ കാണുമല്ലോ, അപ്പൊ പേഷ്യന്റ് അവർ സ്വന്തമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചാലും സെയിം ഇഫക്റ്റ് കിട്ടുമോ? അതെന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ഡെപ്ത് അത് പോകുന്നത് 0.5 mm 1 mm അങ്ങനെയൊക്കെ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം ഡീപ്പർ ആയിട്ടുള്ള സ്കാർ ആണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നല്ലതാണ്. സ്കാറിന്റെ ഡെപ്തിനനുസരിച്ചിട്ട് അത് അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ നല്ലതാണ്. കാരണം അത് പെനിട്രേഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ചിലവർ ഇങ്ങനെ മുടിക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് പെനിട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ഡെപ്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുന്നതാണ് നല്ലതാണ്. ഓക്കെ ഡോക്ടർ, അപ്പം നമ്മളിപ്പം നോർമൽ സ്കാർസിനെ പറ്റി പറഞ്ഞു. നമുക്ക് ഈ പൊള്ളലേൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്കാർസ് ഉണ്ട്, അത് കുറച്ചുകൂടി ഡീപ്പാണ്, കുറച്ചുകൂടി നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ചുകൂടി വിയേർഡ് ആയിട്ടുള്ള ഒരു സ്കാർസ് ആണ്. ഈ സ്കാർസ് പോവാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണോ? ഇതേപോലെ പൊള്ളിയ സമയത്ത് ഉണ്ടാകുന്ന ബേൺ സ്കാർ ഒക്കെ, അതിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ കിലോയിഡ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ അതിനെ തിൻ ഔട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ ഒരു തിക്നെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ജോയിൻറ്റിലൊക്കെ ആണെങ്കിൽ കോൺട്രാക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഒന്ന് മിനുസപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ കുറച്ച് വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്കാർ കുറച്ചും കൂടി വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇങ്ങനെ ഇൻട്രാലീഷണലായിട്ട് നമുക്ക് സ്റ്റിറോയിഡും വേറെ 5-fluorouracil എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതിനൊരു പരിധി ഉണ്ട്, അല്ലെങ്കിൽ അതിട്ടും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജൻ്റെ ഒക്കെ സഹായം തേടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബേൺസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി ബേൺസിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. കോൺടാക്ട് ടൈം ഓഫ് ബേൺസ് അനുസരിച്ചിട്ടാണ് ഡെപ്ത് കൂടി കുറയുന്നത്. ടൈപ്പ് ഓഫ് ബേൺസ്, അതായത് എണ്ണയാണോ വീഴുന്നത്, വെള്ളമാണോ വീഴുന്നത്, അല്ലെങ്കിൽ തീയാണോ ഡയറക്റ്റ് കോൺടാക്റ്റ്, അതനുസരിച്ചിട്ടാണ് ടൈപ്പ് ഓഫ് ബേൺസ് വ്യത്യാസപ്പെടുന്നത്. ഇനി ഡെപ്ത് ഓഫ് ബേൺസ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹീലിംഗ് നടക്കുന്നത്. സൂപ്പർഫിഷ്യൽ ബേൺസ് ആകുമ്പോഴത്തേക്ക് അത് തനിയെ ഹീലാവും, കൂടുതൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ചിലപ്പോൾ വരാറില്ല.
നോർമലി ഒരു ടോപ്പിക്കലായിട്ട് ജസ്റ്റ് മേളിലൊരു ഓയിൻമെൻറ്റ് പരട്ടിയാൽ ഹീലാവുന്നതാണ്. പക്ഷേ ആഴം കൂടിയ ബേൺസ് ആണെങ്കിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സൂപ്പർഫിഷ്യൽ ബേൺസ് ആണെങ്കിൽ യൂഷ്വലി നമുക്ക് കാണുന്ന ചെറിയ പാച്ചസ് ഒക്കെ ആയിട്ടായിരിക്കും കയ്യിലോ കാലിലോ ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആഴം കൂടുന്തോറും അതിൻ്റെതായ ഹീലിംഗ് നമ്മുടെ ബോഡിയിൽ കൂടും. ഹീലിംഗ് കൂടുമ്പോഴത്തേക്കാണ് ഈ കൺട്രാക്ചേഴ്സ് ഒക്കെ ഡോക്ടർ പറഞ്ഞ പോലെ കൺട്രാക്ചേഴ്സ് ഉണ്ടാവുന്നത്. അതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ്സ് വേരി ചെയ്യാറുണ്ട്. ചെറിയ കൺട്രാക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞ പോലെ യൂഷ്വലി സ്റ്റീറോയിഡ്സ് ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. പക്ഷേ യൂഷ്വലി ഒരു വലിയ കൺട്രാക്ചർ, എസ്പെഷ്യലി ജോയിൻസിൻ്റെ മേളിൽ ഒരു കൺട്രാക്ചർ ഉണ്ട്, ജോയിൻസിന് മൂവ്മെൻ്റ് ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് സർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ചോദിക്കാനുള്ള ഡോക്ടർ ജിഗുവിനോടാണ്. നമ്മളിപ്പോൾ പോപ്പുലറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്, കെമിക്കൽ പീലിംഗ്. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? കെമിക്കൽ പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു കെമിക്കൽ, അത് നമുക്ക് ഓരോ സൂട്ടബിൾ ഫേസ് ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള കെമിക്കൽ നമുക്ക് അപ്ലൈ ചെയ്ത ശേഷം അതൊരു കൺട്രോൾഡ് വേയിൽ പീൽ ഓഫ് ആവുന്നതാണ്. നമ്മൾ ഔട്ടർ ലെയർ അതിലായിരിക്കും മോസ്റ്റ്ലി കൂടുതലായിട്ട് ഡാമേജ്ഡ് ആയിട്ടുണ്ടാവില്ല, അത് പീൽ ഓഫ് ആവുന്ന പ്രൊസീജിയറാണിത്. അത് മൾട്ടിപ്പിൾ ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെ എത്രത്തോളം ഡെപ്ത് അത് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നു അതിനനുസരിച്ച് വെരി സൂപ്പർഫിഷ്യൽ പീൽസ്, അതുപോലെ സൂപ്പർഫിഷ്യൽ മീഡിയം ഡെപ്ത് പീൽസ്, ഡീപ്പ് പീൽസ് എന്നൊക്കെയുള്ളത്. ആദ്യത്തെ രണ്ടെണ്ണം കുറച്ചും കൂടെ സൂപ്പർഫിഷ്യൽ ആയതുകൊണ്ട് അത് മൈൽഡാണ്. അതുകൊണ്ട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹോം ബേസ്ഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നതിലൊക്കെ ഇങ്ങനെ മൈൽഡ് പീൽസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഡീപ്പർ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതുകൊണ്ട് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ. പിന്നെ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് അത് AHA പീൽസ്, BHA പീൽസ് എന്നൊക്കെ കേട്ടാണല്ലേ. അതേപോലെ തന്നെ പിന്നെ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് പീൽസ്, ഫിനോൾ പീൽസ്, കോമ്പിനേഷൻ പീൽസ് എന്നൊക്കെ ഉണ്ട്. പിന്നെ ബോഡിയുടെ ഏത് പാർട്ടിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി സെപ്പറേറ്റ് പീൽസ് ഉണ്ട്. അതേപോലെ തന്നെ ബോഡി പീൽസ് സെപ്പറേറ്റ് ആണ്. അണ്ടർ ഐ ഡാർക്ക്നെസ്സിന് അണ്ടർ ഐ പീൽസ് ഉണ്ട്, ലിപ്പ് പീൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻറ്റിമേറ്റ് ഏരിയയിലും സെപ്പറേറ്റ് പീൽസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് കെയർ ഇല്ലേ, അത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന് കെമിക്കൽ പീൽ സാധാരണ പേഷ്യൻസിൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ അവർ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അത് മാത്രമേ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആക്ച്വലി ആ ഒരു പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മളുടെ റോളുള്ളൂ. അതിൻ്റെ മുന്നേ പ്രീ പ്രൊസീജിയർ കെയർ അതേപോലെ തന്നെ പോസ്റ്റ് പ്രൊസീജിയർ കെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പേഷ്യൻ്റ് തന്നെ ചെയ്യേണ്ടതാണ്. നമുക്കത് ജസ്റ്റ് അവർക്ക് ഒരു ബോധവൽക്കരണം ചെയ്തു കൊടുക്കാമെന്നല്ലാതെ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടത് പേഷ്യൻസിൻ്റെ തന്നെ കടമയാണ്. പ്രീ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഓരോ പീൽ ഞാൻ പറഞ്ഞില്ല പല ടൈപ്സ് ഓഫ് പീലുണ്ട്, അത് പല കണ്ടീഷൻസിൽ യൂസ് ചെയ്യേണ്ട പീലുണ്ട്. അപ്പോൾ ഈ പീല് അപ്ലൈ ചെയ്യുമ്പം അത് ആ പേഷ്യൻ്റ് ഇതിന് പ്രോപ്പർലി പ്രിപ്പയർഡ് ആണോ നോക്കണം. പ്രൈമിംഗ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അത് പ്രിപ്പയർഡ് ആണോ നോക്കിയിട്ട് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ സ്കിൻ ടെക്സ്ചർ, സ്കിൻ ക്വാളിറ്റി എന്താണ് കണ്ടീഷൻ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവർ ഫേസ് അതിന് അല്ലെങ്കിൽ ബോഡി അതിന് പ്രിപ്പയർഡ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ പീൽ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിപ്പയർഡ് അല്ല എങ്കിൽ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. മെയിൻലി അതിൽ മോയ്സ്ചറൈസർ ഉണ്ടാവും, മൈൽഡ് ക്ലെൻസേഴ്സ്, സൺസ്ക്രീൻ തന്നെ പ്രോപ്പർലി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വേറെയും ക്രീംസൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി പ്രിപ്പയർഡ് ആയതിനു ശേഷം ഒരു നിശ്ചിത ഡേറ്റിലായിരിക്കും നമ്മൾ കെമിക്കൽ പീൽ പ്ലാൻ ചെയ്യുന്നത് തന്നെ. അതേപോലെ തന്നെ പീൽ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി പുറത്തങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പുറത്താണെങ്കിൽ നല്ല പരിസരത്ത് നോക്കുന്നതാണെങ്കിൽ നല്ല പൊടിയുള്ളതാണ്, അതേപോലെ തന്നെ നല്ല ചൂടൊക്കെയുള്ള കാലാവസ്ഥയാണല്ലോ. അപ്പോൾ പീൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളത്തെ ലെയർ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ ഉള്ളത്തെ ലെയർ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അതിന് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുമാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ പുറത്ത് പൊടിയിലൊന്നും പോകാൻ വേണ്ടി പറ്റില്ല. അത് നോക്കിയും കണ്ടും സൺസ്ക്രീനും ഇതേപോലെ തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം, മോയ്സ്ചറൈസറും എല്ലാം യൂസ് ചെയ്യണം. പുറത്ത് പോകുന്നതിന് അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. എന്നിട്ട് എവറി 2 to 3 hours റീഅപ്ലൈ ചെയ്യാനും നോക്കാം. എന്നിട്ട് എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്പോട്ടിൽ വേറെ എക്സ്ട്രാ കെയർ കൊടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രീംസും എല്ലാം പറഞ്ഞു തരും. അത് നിങ്ങളുടെ തന്നെ ഡോക്ടർ അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ക്രീംസ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും, എക്സ്ട്രാ പുരട്ടേണ്ടി വരും, അതൊക്കെ കറക്റ്റായിട്ട് പറയും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും കൂടെ വേണം. അങ്ങനെ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊസീജിയറാണിത്. ഇതിൽ പൊതുജനം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്ന പോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഒരു ഡോക്ടറുടെ അടുത്ത് പോകണം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ദീസ് ഡേയ്സ് എല്ലാവർക്കും പീൽസ് കണ്ടിട്ട് വളരെ സിമ്പിൾ പ്രൊസീജിയറാണല്ലോ, ഫേഷ്യൽ പോലെയാണല്ലോ, ജസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതിയല്ലോ. അത് വളരെ തെറ്റായ ഒരു കോൺസെപ്റ്റാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എ പീൽ ഇസ് ആ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ മോസ്റ്റ് ലെയർ കളയുന്നൊരു ടെക്നീക്കാണ് നമ്മൾ പീൽസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് അടിയിലത്തെ ലെയേഴ്സൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് പുതിയ സ്കിന്നും പുതിയ ടെക്സ്ചറൊക്കെ ഒന്ന് വന്ന് അതിൻ്റെ ഒരു റീജുവനേഷൻ കിട്ടാനായിട്ട്. നൗ ഇഫ് നോട്ട് ഡൺ പ്രോപ്പർലി, എസ്പെഷ്യലി
ക്ലീൻ ആയിട്ട് സ്റ്റെറൈലായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ അടിക്കാം. ഇൻഫെക്ഷൻ പറഞ്ഞാൽ ചെറിയ ഇൻഫെക്ഷൻ അല്ല, ഫേസ് മൊത്തം ബാധിക്കാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പം ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ബേൺസ് ഉണ്ടാവും. സോ ദർ ആർ മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ്. സോ ഇതൊരു ഫേഷ്യൽ പോലെയല്ല. പീൽസ് ഇസ് എ കംപ്ലീറ്റ്ലി different treatment. It is a medical treatment. So it's very important that you don't try this at home, and it's very important, like he said, ഒരു ഡോക്ടർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ട്. ഓൾസോ മാർക്കറ്റിൽ കിട്ടുന്ന പീൽസിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈഡ് ഇഫക്റ്റും ചിലപ്പോൾ ഉണ്ടാവില്ല. അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. സോ ഇറ്റ്സ് ഈതർ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസൈഡ് ഇഫക്റ്റും ഉണ്ടാവില്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഇൻറ്റിമേറ്റ് പീൽസിനെ കുറിച്ച്. എന്താണ് ഇൻറ്റിമേറ്റ് പീൽസ്? ഇത് ഇൻറ്റിമേറ്റ് പീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻറ്റിമേറ്റ് ഏരിയ ആക്ച്വലി അത് അണ്ടർ ആംസ് ആവാം, അല്ലെങ്കിൽ ഇന്നർ തൈസ് ഒക്കെ ആവാം. അത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ട് ഏരിയ ആയിരിക്കും. അവിടെ തന്നെ ഇത് ഫ്രിക്ഷൻ, നമ്മുടെ ഡ്രസ്സുമായിട്ടും അതേപോലെ തന്നെ സ്കിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് കൊണ്ടുള്ള ഫ്രിക്ഷൻ കൊണ്ടും അവിടെ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുമാണ്. സോ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പീൽസും ഉണ്ട്. പിന്നെ ആ പിഗ്മെൻറ്റേഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പല ഓപ്ഷൻസും ഉണ്ട്. ഇത് കെമിക്കൽ പീൽ അതിൽ വൺ ഓഫ് ദ ട്രീറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീംസ് ആണെങ്കിലുണ്ട്, ലേസർ ടോണിങ്, അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞൊരു വർഷം അമ്മ ജോൺസൺ അപ്ലൈ ചെയ്തതല്ലാതെ ആ ഏരിയയിലേക്ക് ആരും തിരിഞ്ഞു നോക്കണില്ല. സോ ദിസ് ലോഡ് ഓഫ് ഫ്രിക്ഷൻ, ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയർ യൂസ് ചെയ്യുന്നുണ്ടാവും. PCOD ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും, കുറേ റീസൺസ് ഉണ്ടാവും. സോ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, അല്ല ഇപ്പോൾ PCOD ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി കെമിക്കൽ പീൽസ് ഉണ്ട്. അതിന് ശേഷമുള്ള ഹോം കെയറും നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ലേസർ റീസർഫസിങ് ഉണ്ട് അല്ലേ ഡോക്ടർ? ലേസർ ടോണിങ് ഉണ്ട് അല്ലേ? അപ്പോൾ സ്കിൻ ടെക്സ്ചറും ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ മൈക്രോഡെർമാബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ടർ ലെയർ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇറേസ് ചെയ്ത് കളയുന്ന പോലത്തെ.